ഹലോ, ഇനി നിങ്ങൾ കപ്പ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം കപ്പ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിൽ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. കപ്പയിൽ മസാല നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ തണുക്കുമ്പോൾ ഇതൊന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിനുള്ള കപ്പക്കറി റെഡി. അപ്പോൾ ഇനി ചിക്കനും മീനും ബീഫും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതാ കപ്പ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്